പാകിസ്ഥാൻ ക്രിക്കറ്റ് താരവും കടുത്ത ഇന്ത്യ വിരുദ്ധനുമായ ഷഹീദ് അഫ്രിദിക്ക് മലയാളി അസോസിയേഷൻ ദുബായിൽ സ്വീകരണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം ആരംഭിച്ചു. അതായത് ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളുണ്ടോ എന്നതടക്കം അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇവർ ഇപ്പോൾ ഒരു വിശദീകരണക്കുറിപ്പുമായിട്ട് വന്നു. അതായത് കുബ എന്നാണ് ഈ സംഘടനയുടെ പേര്. അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ പരിപാടി, അതായത് ഓർമ്മ ചൂടുകൾ 2025, ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ സാംസ്കാരിക പരിപാടി സ്റ്റേജിൽ അരങ്ങേറുന്നു. അവിടേക്ക് ഷഹീദ് അഫ്രീദിയും ഉമർ ഗുല്ലും ക്ഷണിക്കപ്പെടാത്ത അതിഥികളെ പോലെ കടന്നു വരുന്നു. അങ്ങനെ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ വരുമ്പോൾ കൈയടിച്ചാണ് സ്വീകരിക്കുന്നത്. ബും ബും അഫ്രീദി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് ഹസ്തദാനം ചെയ്യുന്നു, കൂടെ നിൽക്കുന്നു, പൊന്നാട അണിയിക്കാൻ ശ്രമിക്കുന്നു, പ്രസംഗത്തിന് വലിയ കയ്യടി നൽകുന്നു. എന്നിട്ട് പറഞ്ഞു, മലയാളികളുടെ ഫുഡ്, അവരുടെ ഒരു സാംസ്കാരിക പാരമ്പര്യം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഷഹീദ് അഫ്രീദി ഏതാണ്ട് ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഈ മലയാളി അസോസിയേഷൻ തീരുമാനിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് കൃത്യമായ പാകിസ്ഥാൻ അജണ്ടയായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടിയിൽ വരണമെന്നും മലയാളി അസോസിയേഷൻ്റെ സ്വീകരണത്തിലേക്ക് അവരെ എത്തിക്കണമെന്നും ചിലർ മുൻകൂട്ടി ആസൂത്രണം ചെയ്തു. കാരണം ഈ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ലോകത്തിലെ മറ്റ് ചില മാധ്യമങ്ങളും പറയുന്നത് ഷഹീദ് അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം വലിയ സ്വീകരണം നൽകി. അതായത് ഒരു പടക്കം ഇന്ത്യയിൽ പൊട്ടിയാൽ പോലും അത് പാകിസ്ഥാനാണ് ചെയ്യുന്നതെന്ന് ആരോപിച്ച, പഹൽഗാമിൽ 26 പേരെ കൊന്നത് ഇന്ത്യൻ പട്ടാളമാണെന്ന് ആരോപിച്ച തീവ്രവാദ നിലപാടുകൾ പുലർത്തുന്ന ഒരു ഷഹീദ് അഫ്രീദി, ഇയാളെയാണ് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ സമൂഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഷഹീദ് അഫ്രീദിയെ അവിടെ കൊണ്ടുവരണമെന്നും ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങണം, അല്ലെങ്കിൽ അതിലൂടെ ഒരു പുതിയ പ്രൊപ്പഗാണ്ട സൃഷ്ടിക്കണമെന്നുമൊക്കെ ചിലർ നേരത്തെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പം രാജ്യത്തിന് നൽകിയ അല്ലെങ്കിൽ രാജ്യത്തെ ഒറ്റിയ ഈ ആളുകൾക്ക്, അതായത് ഈ മലയാളി അസോസിയേഷൻ ഉണ്ടല്ലോ, അതിൽ നിരവധി പേരുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ എന്ത് പ്രതിഫലമാണ് നൽകേണ്ടതെന്ന് പൊതുസമൂഹം തീരുമാനിക്കണം. ഇവർ നാട്ടിൽ വരുമ്പോൾ ആരെയൊക്കെ കാണുന്നു, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ മേഖല, അതൊക്കെ ഇവർ വിസിറ്റ് ചെയ്യുന്നു പരിശോധിക്കണം. ഇതൊക്കെ പറയുന്നത് ഇപ്പം ഞാനല്ല, സമൂഹ മാധ്യമങ്ങളിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സാധാരണക്കാരായ ആളുകൾ, മലയാളികളടക്കം വലിയ വിമർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതോടുകൂടിയാണ് ഒരു വിശദീകരണ കുറിപ്പുമായിട്ട് ഈ അലൂമിനി അസോസിയേഷന് രംഗത്ത് വരേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണം നൽകുക എന്ന് പറഞ്ഞത് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനുള്ള മറുപടിയാണെന്നുള്ളത് വ്യക്തമാണ്. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ പാകിസ്ഥാൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യത്തെ ജനങ്ങളും ഈ വിദേശത്ത് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കൊപ്പം മിങ്കിൾ ചെയ്യാറുണ്ട്. ഇപ്പം അസുദ്ദീൻ ഒവൈസി ഏതാണ്ട് ഇന്ത്യ ഭരണകൂടത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു, BJP കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ഈ അസുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. അപ്പം രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത് എന്നൊരു മുദ്രാവാക്യം ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ചില മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അപമാനം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അസുദ്ദീൻ ഒവൈസി ഇത്തരത്തിൽ ഗൾഫിലെ ഒരു രാജ്യത്തേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഇന്ത്യക്കാരൻ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവർ ഞങ്ങളുടെ ഫ്രണ്ട്സുമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾ അതിനെ എങ്ങനെ അതിജീവിക്കും? അപ്പോൾ ഒവൈസി നൽകിയ ഒരു മറുപടിയുണ്ട്, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. കാരണം പാകിസ്ഥാൻകാരായ ആളുകൾ ഫ്രണ്ട്സാകും, കൂടെ ജോലി ചെയ്യുന്നവരാകാം, പക്ഷേ നമുക്കെപ്പോഴും വലുത് നമ്മുടെ രാജ്യമാണ്. കൃത്യമായ ഒരു മറുപടി. അപ്പോൾ ഒവൈസിയുടെ ഈ നിലപാട് പോലും സ്വീകരിക്കാൻ കഴിയാത്ത കുറച്ച് മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വലിയ നാണക്കേട് സൃഷ്ടിച്ചു. ഇത് സംബന്ധിച്ച് നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ എല്ലാ പോസ്റ്റുകളൊന്നുമില്ല, ഞാൻ കുറച്ച് പോസ്റ്റുകളൊക്കെ നോക്കിയപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് കുറിച്ചിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അതായത് പാകിസ്ഥാനാണ് യുദ്ധത്തിൽ ജയിച്ചതെന്ന പ്രൊപ്പഗാണ്ട യുദ്ധത്തിൻ്റെ അത് പ്രചരിപ്പിക്കാനായിട്ട് യുദ്ധത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന, അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് സൈബർ യുദ്ധമാണ്, അപ്പോൾ അത്തരത്തിലുള്ള യുദ്ധത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് അഫ്രീദി. അതുകൊണ്ടാണ് ഈ അഫ്രീദിയെ മലയാളികളുടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. ഇത് വെറുതെ ആണെന്ന് കരുതണ്ട, കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ തങ്ങളുടെ പ്രൊപ്പഗണ്ടയുമായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ യാതൊരു മടിയുമില്ലാതെ അവർ കള്ളങ്ങൾ പ്രചരിപ്പിച്ച് രംഗത്തേക്ക് വന്നപ്പോൾ നമ്മളും ഇൻഫർമേഷൻ യുദ്ധം തുറന്നു.
അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ സർവ്വസൈന്യാധിപൻ, അതുപോലെ മറ്റ് ആർമിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ എന്താണ് സംഭവിച്ചത്, ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു, ഇതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ലോകത്തിന് മുന്നിൽ വിശദീകരിച്ചു. അതിനെയാണ് 4 ദിവസത്തെ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടത്തുന്നു. അവരുടെ സൈന്യാധിപനായ അസിം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ പൊളിച്ചടുക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്ത അജണ്ടയുമായിട്ട് ഈ ഷഹീദ് അഫ്രീദിയെ കൊണ്ടുവരുന്നത്. അപ്പം ഒന്നും ചിന്തിക്കാത്ത പാവങ്ങളാണ് ഇത് ചെയ്തതെന്നൊന്നും അരിയാഹാരം കഴിക്കുന്ന മലയാളി വിശ്വസിക്കില്ല. ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ രാഷ്ട്രീയ ഇല്ലാതെ ലോകത്തിന് മുന്നിൽ രാഷ്ട്രമാണ് പരമപ്രധാനമെന്ന സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് നടക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഓരോ ഇന്ത്യക്കാരൻ്റെ ഉള്ളിലും ഈ ബോധമുണ്ടാകണം. ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് അക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ പ്രതിനിധി സംഘത്തെ ഇന്ത്യൻ ഭരണകൂടം വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. അപ്പോൾ രാജ്യം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്തുന്ന ഇത്തരക്കാർ ഇന്ത്യൻ പാസ്പോർട്ടിൽ മറ്റൊരു രാജ്യത്ത് താമസിക്കാൻ പോലും അർഹരല്ല എന്നതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നടപടി. മാത്രമല്ല, ഈ സമയത്ത് രാജ്യത്തിൻ്റെ മലയാളികളുടെയും പേരും കളഞ്ഞു കുളിക്കാനായിട്ട് കുറച്ചു പേർ ഈ വൃത്തികേട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നത് വലിയ ഗുരുതരമായ കുറ്റം തന്നെയാണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പോര് മുറുകുന്നു. ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ മലയാളികളുടെ ചിത്രങ്ങളടക്കം വരുന്നു. കാരണം ഇവർ അഫ്രീദിയോടൊക്കെ തുള്ളിക്കളിക്കുന്ന ചിത്രങ്ങളാണ് വരുന്നത്. അപ്പം ഈ അഫ്രീദി ഒരു നിരുപദ്രവകാരിയായ ആളൊന്നുമല്ല. കാരണം പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ സംഘാടകനായിരുന്നു. ഇന്ത്യക്കാർ തന്നെയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത്. എന്നിട്ട് എല്ലാ ആക്രമണങ്ങളുടെയും കുറ്റം പാകിസ്ഥാൻ്റെ മുന്നിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയാണ് ഷഹീദ് അഫ്രീദി പറയുന്നത്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരിക്കാം. പക്ഷേ രാഷ്ട്രമാണ് വലുതെന്ന് മലയാളി ഉൾപ്പെടെ ഭാരതീയരെല്ലാം ചിന്തിക്കുന്ന സമയത്ത് എല്ലാവർക്കും നാണക്കേടുണ്ടാക്കാൻ ഒരു കൂട്ടം മലയാളികൾ രംഗത്തേക്ക് വന്നു എന്നത് തികച്ചും അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഇവർ ഈ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് പോലെ ഈ അഫ്രീദി, ഗുൽ എന്നിവർ വലിഞ്ഞു കയറി വന്നതാണെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ എന്ന് പറയുന്നത് ഏതൊരാൾക്കും വലിഞ്ഞു കയറി വന്ന് എന്തും നടത്താനുള്ള ഒരു പരിപാടിയായിരുന്നോ? അത് നിങ്ങൾ വ്യക്തമാക്കണം. തെരുവ് പട്ടികൾക്ക് വലിഞ്ഞു കയറി ഇറങ്ങാനുള്ള മാലിന്യ കൂമ്പാരമാണോ? സോഷ്യൽ മീഡിയയിലെ ഒരു വിമർശനമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം സാധാരണ നിലയിലായെന്ന് ആരാണ് നിന്നോടൊക്കെ പറയുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ മറച്ചു വെക്കുന്നു. പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും വരെ പണം കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകൾ അതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുന്നു. പണം വരെ നഷ്ടപ്പെട്ടു. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന രാജ്യവുമായിട്ട് നമുക്കും ബന്ധം വേണ്ട. എന്നിട്ടാണ് പാകിസ്ഥാൻ എംബസി ഹാളിൽ ഇത്തരത്തിൽ ഒരു അലൂമിനി അസോസിയേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ആ ഹോൾ മാറ്റാൻ തീരുമാനിച്ചില്ല? പാകിസ്ഥാൻ ശത്രുരാജ്യമെന്ന് വിശേഷിപ്പിക്കാതെ വെറും അയൽ രാജ്യമെന്ന് വിശേഷിപ്പിച്ചതിൽ നിന്ന് തന്നെ ഈ സംഘാടകരുടെ മനോഭാവം വ്യക്തമാകുന്നു. പാകിസ്ഥാനിലെ TV ചാനലുകൾ വരെ ഈ നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിൻ്റെ വാർത്ത അത് ഇന്ത്യക്കെതിരെ വലിയ തോതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകമെങ്ങും യാത്ര ചെയ്ത് നമ്മുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ MP മാരടക്കമുള്ളവർ. അപ്പോഴാണ് ഈ പരിപാടിയുമായിട്ട് കുറച്ച് മലയാളികൾ രംഗത്ത് വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ദേശസ്നേഹികളായ സകല ഭാരതീയരെയും അപമാനിക്കുന്ന നടപടിയാണ്. രാജ്യമെങ്ങും നിങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പി വരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പേരിൽ മലയാളികൾ വലിയ തിരിച്ചടികൾ, വിരോധമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും ഇന്ത്യയോട് പരാജയപ്പെട്ട പാകിസ്ഥാൻ ആ പരാജയപ്പെട്ട യുദ്ധത്തിൻ്റെ നാണക്കേട് മാറ്റാനായിട്ട് തങ്ങളാണ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെട്ട് വലിയ റാലിയൊക്കെ നടത്തി. ഇതിൽ ഇന്ത്യ വിരുദ്ധത സ്ഥിരമായി പറയുന്ന ഈ അഫ്രീദിയെ പോലെയുള്ള ആളുകൾക്ക് മലയാളികൾ സ്വീകരണം നൽകിയതിനെ പുച്ഛത്തോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പഹൽഗാമിലെ ഭീകരാക്രമണം ഇന്ത്യ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ക്രിക്കറ്ററാണ് ഈ അഫ്രീദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവനെ ആനയിച്ചുകൊണ്ട് ഈ പാകിസ്ഥാൻ ഹോളിലേക്ക് കൊണ്ടുവരുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇന്ത്യക്കാരെല്ലാം ഏതാണ്ട് മണ്ടന്മാരായെന്നാണ് സംഘാടകരുടെ കാരണം. ശത്രു രാജ്യത്തിലെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ പ്രശസ്തിയുടെയും
പണക്കൊഴുപ്പിനോടും കാണിക്കുന്ന ആവേശം പോലും സ്വന്തം നാടിനോട് ഈ അസോസിയേഷൻ ഭാരവാഹികൾ കാണിച്ചില്ല. കാരണം ഇതിൽ സംഘാടകർ മാത്രമല്ലോ മറ്റു ചിലരുമുണ്ട്. അപ്പം ദുബായിലെ പാക് അസോസിയേഷൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ ഷഹീദ് അഫ്രീദിയെയും ഉമർ ഗുല്ലിനെയും ഇവിടേക്ക് സംഘാടകർ ക്ഷണിച്ച് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു രാജ്യം മുഴുവൻ പാകിസ്ഥാനെതിരെ രാഷ്ട്രീയം മാറ്റിവെച്ച് നിലപാട് സ്വീകരിക്കുമ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് ആഘോഷിച്ച് ഇവർക്കെതിരെ തീർച്ചയായിട്ടും അന്വേഷണം വേണം. ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും മലയാളികളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ദേശീയത, ദേശബോധം എന്നത് ഇന്നും അന്യമാണ് എന്നാണ് ഒരു പോസ്റ്റിലെ കുറ്റപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ കശ്മീരിനോട് ചേർത്ത് നമ്മളെ ഇന്ന് ഉപമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ഭാരതീയരായ നമ്മൾക്ക് എതിരാണെന്ന് പറയുന്നു. എന്തായാലും ഇതൊക്കെ കണ്ട് നാട്ടിൽ പോയി അഫ്രീദി പറയുന്നുണ്ടാവും നമ്മളെ സ്നേഹിക്കുന്ന വിഡ്ഢികൾ ഇന്ത്യയിലുണ്ടെന്ന്. കാരണം പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലും പാകിസ്ഥാൻ അനുകൂലമായ വിദേശ മാധ്യമങ്ങളിലും എല്ലാം തന്നെ പ്രധാന വാർത്തയായി മാറിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ ഷഹീദ് അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം വലിയ സ്വീകരണം നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർത്ത വരാനായിട്ട് പ്ലാൻ ചെയ്തവർ കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പം അഫ്രീദിക്കൊപ്പം മൈക്ക് കൈമാറിയിട്ട് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ട് കൈയടിക്കുന്ന കുറേ ആളുകളുണ്ട്, ഒപ്പം സ്റ്റേജിലേക്ക് നടന്നു വരുന്ന ആളുകളുണ്ട്, വലിയ സ്വീകരണമൊക്കെ ചെയ്ത് ചേർത്ത് പിടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരൊന്നും അറിഞ്ഞുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഷഹീദ് അഫ്രീദിയും ഉമർ ഗുല്ലിനെയും പോലെയുള്ള ക്രിക്കറ്റ് താരങ്ങൾ അവരുടെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുമ്പോൾ, പരസ്യമായി പറയുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ മലയാളികൾ സ്വീകരിക്കുന്നു. അപ്പോൾ സാംസ്കാരിക സമ്പന്നന്മാർ എന്ന് അവകാശപ്പെടുന്ന മലയാളികൾ ലോകത്തിന് മുന്നിൽ നാണം കെടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് ആളുകളുടെ പ്രവൃത്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ അപമാനിതരാക്കി. ഇനി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിയുന്ന ഒരുപാട് മലയാളികൾക്ക് ഇതുമൂലം ഒരുപാട് പ്രതിസന്ധി നേരിടും. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച ഈ അസോസിയേഷൻ ഭാരവാഹികളുടെ തീവ്രവാദി ബന്ധം അടക്കം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇവരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടുമോ എന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് നടക്കുന്നു. IB, NIA ഉൾപ്പെടെയുള്ളവർ അന്വേഷണവുമായി രംഗത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരെ തുറന്നു കാട്ടാനായി മുന്നിൽ വന്നത് ഇവരെ അറിയാവുന്ന ഇവരുടെ ബന്ധുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പോസ്റ്റും വലിയ ഏറ്റുമുട്ടലുമൊക്കെ ആയിട്ട് ആളുകൾ രംഗത്ത് വരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നു വലിഞ്ഞു കയറി വന്നതാണ് അഫ്രീദി എന്ന്. ഇത് മലയാളികൾ വിശ്വസിക്കില്ല. അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്വീകരണ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്ത് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലെ ഈ ചിത്രങ്ങൾ കാണുന്ന മലയാളി ഇത് വിശ്വസിക്കില്ല. എന്തായാലും രാഷ്ട്രമാണ് വലുത് എന്ന ചിന്താഗതിയിലേക്ക് മലയാളികൾ ഒന്നിക്കുന്നു. 99% പേരും ഒന്നിക്കുമ്പോൾ 1% പേർ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നു. പാകിസ്ഥാൻ അനുകൂലമായി കൈയടിക്കുന്ന കുറച്ചുപേർ കേരളത്തിലടക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും അത്തരത്തിലുള്ള ആളുകളുടെ കൃത്യമായ ഒരു പ്രൊപ്പഗണ്ടയായിരുന്നു ഷഹീദ് അഫ്രീദിയെ മലയാളി അസോസിയേഷൻ്റെ പരിപാടിയിൽ എത്തിക്കുക. എന്നിട്ട് ഷഹീദ് അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം സ്വീകരണം നൽകിയെന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തകൾ പ്രചരിപ്പിക്കുക. അതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ ചില മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാളികൾ, ഇന്ത്യക്കാർ ഈ അസോസിയേഷനോട്, ഈ മലയാളികളുടെ കൂട്ടായ്മയോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.